തേയിലക്കുമേൽ അമിതമായ നികുതി ചുമത്തിയത് അമേരിക്കയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി. ഈ പ്രതിഷേധമാണ് ബോസ്റ്റൺ ടീ പാർട്ടിയിലേക്ക് നയിക്കുന്നത്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി. ബോസ്റ്റൺ ടീ പാർട്ടി എന്താണെന്നാണ്. ശ്രദ്ധിച്ചോളാം. ദ ഹൈ ടാക്സ് levied by the British government on tea fired up strong protest in America. On 16th December 1773, a group of people disguised as the Red Indians boarded the ships at night in the Boston harbor and threw 342 chests of tea into the sea. This protest is known as Boston Tea Party. ഒന്നുകൂടി ശ്രദ്ധിക്കുക. The high tax levied by the British government on tea fired up strong protest in America. On 16th December 1773, a group of people disguised as the Red Indians boarded the ships at night in the Boston harbor and threw 342 chests of tea into the sea. This protest is known as Boston Tea Party. തേയിലക്കുമേൽ അമിതമായ നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വൻ പ്രതിഷേധങ്ങൾ അമേരിക്കയിലുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. 1773 ഡിസംബർ മാസം 16 റെഡ് ഇന്ത്യൻസ് എന്ന വ്യാജേന ബോസ്റ്റൺ തുറമുഖത്ത് നിർത്തിയിട്ടിരുന്ന ബ്രിട്ടീഷ് കപ്പലിൽ കോളനി നിവാസികൾ കയറുകയും കപ്പലിലുണ്ടായിരുന്ന 342 പെട്ടി തേയിലപ്പെട്ടികൾ കടലിലേക്ക് എടുത്തെറിയുകയും ചെയ്തു. ഈ സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് 1773 ഡിസംബർ മാസം 16 ബോസ്റ്റൺ തുറമുഖത്ത് നിർത്തിയിട്ടിരുന്ന കപ്പലിൽ റെഡ് ഇന്ത്യൻസ് എന്ന വ്യാജേന കയറിയ കോളനി നിവാസികൾ 342 തേയിലപ്പെട്ടികളെടുത്ത് എങ്ങോട്ട് എറിഞ്ഞു? കടലിലേക്ക് എറിഞ്ഞു. ഈ സംഭവം അറിയപ്പെടുന്ന പേരാണെന്ത്? ബോസ്റ്റൺ ടീ പാർട്ടി. ഇനി പറയണോ? ഒന്നുകൂടി നോക്കാം. തേയിലക്കുമേൽ അമിതമായ നികുതി ചുമത്തിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് 1773 ഡിസംബർ മാസം 16 ബോസ്റ്റൺ തുറമുഖത്ത് നിർത്തിയിട്ടിരുന്ന കപ്പലിൽ കയറിയ കോളനി നിവാസികൾ കപ്പലിലുണ്ടായിരുന്ന 342 തേയിലപ്പെട്ടികളെടുത്ത് കടലിലേക്ക് എറിഞ്ഞു. ഈ സംഭവം അറിയപ്പെടുന്ന പേരാണെന്ത്? ബോസ്റ്റൺ ടീ പാർട്ടി. ബോസ്റ്റൺ ടീ പാർട്ടി. അതായത് തേയിലക്കുമേൽ അമിതമായ നികുതി ചുമത്തിയിൽ വൻ പ്രതിഷേധമാണ് ഇവിടെ സംഭവിക്കുന്നത്, അമേരിക്കയിൽ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ജോൺ ലോക്കിനെ പോലുള്ള, തോമസ് പെയിനിനെ പോലുള്ള ചിന്തകന്മാരുടെ ആശയങ്ങളും ജനങ്ങളെ വല്ലാതെ സ്വാധീനിച്ചു. അമേരിക്കയിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ശക്തമായ വികാരം എന്ത് ചെയ്യാൻ തുടങ്ങി? ആളിക്കത്താൻ തുടങ്ങി. തുടർന്ന് 1774 കോളനി നിവാസികൾ 1774 ജോർജിയ ഒഴികെയുള്ള 13 കോളനികളുടെ പ്രതിനിധികൾ ഫിലാഡൽഫിയയിൽ ഒരു മീറ്റിംഗ് വിളിക്കുക. ഈ മീറ്റിംഗ് അറിയപ്പെടുന്ന പേരാണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. 1774 ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ എവിടെ മീറ്റിംഗ് കൂടുകയാണ്? കൂടിയ സ്ഥലം എവിടെയാണ്? ഫിലാഡൽഫിയ. മീറ്റിംഗ് അറിയപ്പെടുന്ന പേരാണെന്ത്? ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഈ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ ബ്രിട്ടീഷുകാരുടെ നയങ്ങൾക്കും അവരുടെ നികുതി പിരിവിനുമെതിരായിട്ടാണ് ഇത്തരമൊരു സമ്മേളനം വിളിച്ചു കൂട്ടിയത്. ബ്രിട്ടീഷുകാർക്കെതിരെ ഉള്ള ഒരു പ്രതിഷേധമായിരുന്നു ഈ സമ്മേളനം അറിയപ്പെടുന്ന പേരെന്താണ്? ഫിലാഡൽഫിയയിലെ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഈ സമ്മേളനത്തിൽ വെച്ച് ബ്രിട്ടീഷ് രാജാവിന് ഒരു പരാതി കൊടുക്കുക. പരാതിയിൽ ഒരു പ്രധാനമായും 2 ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. ഒന്ന്, കോളനി നിവാസികളുടെ സമ്മതമില്ലാതെ നികുതി പിരിക്കരുത്. അതുപോലെ കോളനികളിൽ വ്യാപാരത്തിനും വ്യവസായത്തിനും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ എന്ത് ചെയ്യണം? പിൻവലിക്കണം. ഇങ്ങനെ ഒരു ആവശ്യം അവർ ആരുടെ മുന്നിൽ വെക്കുകയാണ്? രാജാവിന് മുന്നിൽ വെക്കുകയാണ്. പക്ഷേ ഈ ആവശ്യങ്ങൾ രാജാവ് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, കോളനികളിലേക്ക് ആരെ പറഞ്ഞയച്ചു? പട്ടാളത്തെ അയച്ചു. തുടർന്ന് കോളനി നിവാസികളും ബ്രിട്ടീഷുകാരും തമ്മിൽ ആരംഭിക്കുകയാണ്? ശക്തമായ സംഘർഷം ആരംഭിക്കുകയാണ്. തുടർന്ന് കോളനികൾ 1775 വീണ്ടും, ഈ സംഘർഷ സമയത്ത് തന്നെ 1775 കോളനി നിവാസികൾ വീണ്ടും എവിടെ മീറ്റിംഗ് കൂടുകയാണ്? ഫിലാഡൽഫിയയിൽ ഒന്നുകൂടി മീറ്റിംഗ് കൂടുകയാണ്. ഈ മീറ്റിംഗ് അറിയപ്പെടുന്ന പേരാണ് ഫിലാഡൽഫിയയിലെ 2ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഈ 2ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ വെച്ച് ജോർജ് വാഷിങ്ടണെ കോളനി സൈന്യത്തിന്റെ തലവനായി, കമാൻഡർ ഇൻ ചീഫായിട്ട് ആര് നിയമിച്ചു? കോളനിക്കാർ നിയമിച്ചു. അമേരിക്കയിലെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനായിരുന്നു തോമസ് പെയിൻ. ഇദ്ദേഹം തൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ
അമേരിക്കയിലെ പ്രശസ്തനായ എഴുത്തുകാരൻ ചിന്തകനുമായിരുന്ന തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖയിലൂടെ ബ്രിട്ടനിൽ നിന്ന് വേർപിരികയാണ് അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും വിവേകപൂർണമായ തീരുമാനമെന്ന് പറയുകയുണ്ടായി. ബ്രിട്ടനിൽ നിന്നും വേർപിരിഞ്ഞ് പോരുന്നതാണ് ആർക്ക് നല്ലത്? അമേരിക്കക്കാർക്ക് നല്ലത് എന്ന ഒരു ആശയം ഇദ്ദേഹം എന്തിലൂടെ അവതരിപ്പിക്കുകയാണ്? തൻ്റെ കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖയിലൂടെ അവതരിപ്പിക്കുകയാണ്. തുടർന്ന് 1776 ജൂലൈ മാസം 4 തീയതി അമേരിക്കക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. 1776 ജൂലൈ മാസം 4 തീയതിയാണ് അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ സമ്മേളനം. അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ചരിത്ര പ്രസിദ്ധമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നത്. ഏതാ വർഷം? 1776 ജൂലൈ മാസം 4 തീയതി ചരിത്ര പ്രസിദ്ധമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആര് നടത്തി? അമേരിക്കൻ കോളനി നിവാസികൾ നടത്തി. കോളനികളെ സംബന്ധിച്ച് ബ്രിട്ടീഷ് സ്വേച്ഛാധിപത്യത്തിൽ നിന്ന്, ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിൽ നിന്ന് ഉള്ള മോചനമായിരുന്നു ഏത്? സ്വാതന്ത്ര്യ പ്രഖ്യാപനം. പക്ഷെ അപ്പോഴും കോളനികൾ പലതും ആരുടെ കയ്യിൽ തന്നെയായിരുന്നു? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ തന്നെയായിരുന്നു. തുടർന്ന് കോളനിക്കാരും ബ്രിട്ടനും തമ്മിൽ എന്താരംഭിച്ചു? രൂക്ഷമായ യുദ്ധം ആരംഭിച്ചു. ഈ യുദ്ധത്തിൽ കോളനി നിവാസികൾ എന്ത് ചെയ്യാണ്? വിജയിക്കുകയാണ്. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ബ്രിട്ടൻ ആരുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു? കോളനിക്കാരുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. തുടർന്ന് അമേരിക്കയിൽ ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കി. ജോർജ് വാഷിങ്ടൺ അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റായി അധികാരമേൽക്കുകയും ചെയ്തു. ഈ സംഭവ വികാസങ്ങളാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അമേരിക്കൻ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്നുകൂടി നമുക്ക് പരിശോധിക്കാം. നമ്മൾ എവിടുന്നാണ് പറഞ്ഞു തുടങ്ങിയത്? ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നാണ് നടന്നത്? 1774 നടന്നത്. എവിടെയാണ് നടന്നത്? ഫിലാഡൽഫിയയിലാണ് നടക്കുന്നത്. പങ്കെടുക്കാത്ത കോളനി ഏതായിരുന്നു? ജോർജിയയാണ് പങ്കെടുക്കാതിരുന്നത്. ബാക്കി 12 കോളനി പ്രതിനിധികൾ പങ്കെടുത്തു. ആ സമ്മേളനത്തിൽ വെച്ച് രാജാവിന് എന്ത് കൊടുത്തു? ഒരു പരാതി കൊടുത്തു. പരാതി രാജാവ് പരിഗണിച്ചില്ല. രാജാവ് പട്ടാളത്തെ അയച്ചു. കോളനിക്കാർ വീണ്ടും എവിടെ മീറ്റിംഗ് കൂടി? ഫിലാഡൽഫിയയിൽ മീറ്റിംഗ് കൂടി. ഏതാ വർഷം? 1775 മീറ്റിംഗ് കൂടിയത്. മീറ്റിംഗിൽ ജോർജ് വാഷിങ്ടൺ സൈന്യത്തിൻ്റെ തലവനായി നിയമിച്ചു. തുടർന്ന് തൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ തോമസ് പെയിൻ എന്താ അവതരിപ്പിച്ചു? കോളനിക്കാർക്ക് ഏറ്റവും നല്ല ബുദ്ധിപൂർണമായ തീരുമാനം എന്താണ്? അമേരിക്കയിൽ നിന്ന് വേർപിരിയുന്നതാണ് എന്ന് അവതരിപ്പിച്ചു. തുടർന്ന് 1776 ജൂലൈ മാസം 4 തീയതി അമേരിക്കൻ കോളനി നിവാസികൾ എന്ത് നടത്തി? സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ചേർന്നായിരുന്നു. തുടർന്ന് കോളനിക്കാരും ബ്രിട്ടനും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. യുദ്ധത്തിൽ ആര് വിജയിച്ചു? കോളനിക്കാർ വിജയിച്ചു. 1783 പാരീസ് ഉടമ്പടി അനുസരിച്ച് ആർക്ക് സ്വാതന്ത്ര്യം കിട്ടി? കോളനിക്കാർക്ക് സ്വാതന്ത്ര്യം കിട്ടി. ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ എന്തെഴുതി തയ്യാറാക്കി? ഭരണഘടന എഴുതി തയ്യാറാക്കി. അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് ആദ്യത്തെ പ്രസിഡന്റായിട്ട് ആര് അധികാരമേറ്റു? ജോർജ് വാഷിങ്ടൺ അധികാരമേറ്റു. ഈ സംഭവ വികാസങ്ങളെ നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ അമേരിക്കൻ വിപ്ലവം എന്ന പേരിൽ വിളിക്കുന്നത്. ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം നമ്മൾ ഒന്നുകൂടി നോക്കാം. ഇൻ ദ ഡെലിഗേറ്റ്സ് ഓഫ് ദ കോളനീസ് met at Philadelphia in 1774 to protest against the policies and rules imposed by England. They raised the slogan, "No taxation without representation," and submitted a petition to the King of England. But the king sent a military force to suppress the people. This led to the war between England and the colonies. The Second Continental Congress, held at Philadelphia in 1775, elected George Washington as the commander-in-chief of the Continental Army. Through the pamphlet titled Common Sense, Thomas Paine called to break the ties with Britain. The famous Declaration of Independence, formulated by Thomas Jefferson and Benjamin Franklin, issued the American Continental Congress on 4th July 1776. The war between England and the colonies ended by the Treaty of Paris in 1783. The 13 colonies became independent in 1783. Under James Madison, they framed the American Constitution and George Washington became the first president of United States of America. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. 1774 ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് കോളനിക്കാർ രാജാവിനൊരു പെറ്റീഷൻ കൊടുത്തു. രാജാവ് പെറ്റീഷൻ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല കോളനികളിലേക്ക് മിലിറ്ററി അയച്ചു. കോളനിക്കാർ 1775 വീണ്ടും മീറ്റിംഗ് കൂടി. ഇത് സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്.
ജോർജ് വാഷിംഗ്ടണെ സൈന്യത്തിൻ്റെ തലവനായി നിയമിച്ചു. 1776 കോളനിക്കാർ ചരിത്ര പ്രസിദ്ധമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും തോമസ് ജെഫേഴ്സണും ചേർന്നാണ്. തുടർന്ന് 1783 പാരീസ് ഉടമ്പടി അനുസരിച്ച് കോളനിക്കാർക്ക് സ്വാതന്ത്ര്യം കിട്ടി. കോളനിക്കാർ അമേരിക്കൻ ഐക്യനാടുകൾ രൂപീകരിച്ചു. അവിടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിലാണ്. ജോർജ് വാഷിംഗ്ടൺ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായി അധികാരമേറ്റു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്തത് ടോപ്പിക്ക് ഇതിൻ്റെ റിസൾട്ടാണ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ റിസൾട്ട് ഇൻഫ്ലുവൻസ് ആൻഡ് ഇമ്പാക്റ്റ് ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഓർ അമേരിക്കൻ റവല്യൂഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇനി പറയണ്ടല്ലോ. ഇതുവരെ പറഞ്ഞ കാര്യം